കോളേജ് വിദ്യാഭ്യാസം, ഹയർ സ്റ്റഡി. അപ്പോൾ ചിലപ്പോൾ അവിടെ വെച്ച് നിന്ന് പോകും. അപ്പം മറ്റേതെങ്കിലും പഠനങ്ങളിലേക്ക് കടക്കും. എന്നിട്ട് പിടിച്ചു നിൽക്കാനുള്ള ഒരു മാർഗം വഴി കണ്ടെത്തുക എന്നുള്ളതാണ്. അവിടെയും നമുക്ക് ബുദ്ധിമുട്ടും പ്രതിസന്ധികളും ഒക്കെ വരികയാണ്. അപ്പോഴാണ് ചിലപ്പം അവരോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളോ ഈ ജ്യോതിഷനെ സമീപിക്കുന്നത്. ജ്യോതിഷം അത് പലപ്പോഴും ആളുകളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോഴാണ് ഒരു ജ്യോതിഷീനെ അന്വേഷിക്കുന്നത്. അത് പ്രതിസന്ധികളിൽ എങ്ങനെയാണ് ഒരു ജ്യോതിഷിക്ക് ഒരു വ്യക്തിയെ സഹായിക്കാൻ സാധിക്കുക? അവരുടെ ഗ്രഹനിലയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു വ്യക്തി ഒരു ജ്യോതിഷിയെ അല്ലെങ്കിൽ ജ്യോതിഷനെ സമീപിക്കുന്നത് അവരുടെ വളരെ പരിതാപകരമായ ഒരു സമയത്താണ്. ആ സമയം ആരുടെയെങ്കിലും ഉപദേശം കൊണ്ടൊക്കെ ആയിരിക്കും ഈ ജ്യോതിഷനെ അല്ലെങ്കിൽ ജ്യോതിഷിയെ അന്വേഷിച്ച് വരിക. അപ്പോൾ ഈ ജ്യോതിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ പണ്ട് കാലത്ത് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ദൂതും തേടി വരുന്ന നേരം ദൂതലക്ഷണങ്ങൾ ഇട്ടുമാ ദൂതൻ്റെ വാക്കും വചനും. ദൂതൻ എന്ന് പറഞ്ഞാൽ വരുന്ന ആള്. അപ്പം വാക്കും വചനും, നിൽപ്പ്, ഇരിപ്പ്, സംസാരം, ഇങ്ങനെ ദൂതലക്ഷണങ്ങൾ എട്ടണം കൊണ്ട് ആ വ്യക്തി വരുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കാമെന്നാണ് പറയുന്നത്. വന്നിരുന്ന് കഴിഞ്ഞാൽ ഈ ആ വ്യക്തി വരുമ്പോൾ ഏത് രീതിയിൽ, ഒന്ന് ബഹുമാനം, എന്നെക്കാളും കുറച്ച് മികച്ച ആളായിരിക്കണമല്ലോ ഈ ജ്യോതിഷി അല്ലെങ്കിൽ ജ്യോതിഷം എന്തെങ്കിലും. അപ്പോൾ ജ്യോതിഷത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ, എനിക്ക് അറിവ് പറഞ്ഞു തരാൻ, അപ്പോൾ ആ ആളോട് എങ്ങനെ പെരുമാറണം, ആ ആളുടെ മുന്നിൽ എങ്ങനെ നിൽക്കണം, അതൊക്കെയാണ്. അപ്പോൾ ആ വന്നു കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആസനസ്ഥനായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒന്നിൽ കയറി വരുന്ന നേരത്തെ സമയം പറയും, ഇപ്പം നിങ്ങൾ ഇത്ര ദുരിതങ്ങൾ അനുഭവിക്കുകയാണ്. പിന്നെ നക്ഷത്രം, അദ്ദേഹത്തിൻ്റെ നക്ഷത്രം ചോദിക്കുന്നു, ജാതകം ഉണ്ടെങ്കിൽ ജാതകം നോക്കുന്നു, ജനന സമയം, ജനന സമയത്ത് അദ്ദേഹം ആ ഗ്രഹങ്ങൾ 9 ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞില്ലേ, 9 ഗ്രഹങ്ങളുടെ എല്ലാ ഗ്രഹങ്ങളും നല്ലത് തന്നെ. അതിൽ എല്ലാ ഗ്രഹങ്ങളും നല്ലതാണെങ്കിൽ അത് നിൽക്കുന്ന സ്ഥാനം പോലെ ഇരിക്കും. നീചാവസ്ഥയിലാണെങ്കിൽ നീചഫലം, ഉത്തമാവസ്ഥയിലാണെങ്കിൽ ഉത്തമഫലം. അപ്പം എല്ലാ ഗ്രഹങ്ങളും എല്ലാവർക്കും ഒന്നിച്ച് കിട്ടില്ല. അപ്പോൾ ജനനം മുതൽ ഇങ്ങനെ ദുരിതങ്ങൾ തുടങ്ങും. അന്നൊക്കെ മാതാപിതാക്കളുടെ അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടിലും നന്മയിലും തിന്മയിലും കുട്ടികൾ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങി അങ്ങ് പോകും. പഠനം, വിദ്യാഭ്യാസം, പിന്നെ അവരുടേതായ ഒരു ജീവിത രീതിയിലേക്ക് ഒരു 18 വയസ്സ്, 20 വയസ്സ്, പണ്ടൊക്കെ ഒരു 21 വയസ്സിന് മുമ്പേ തന്നെ കല്യാണം കഴിഞ്ഞിരിക്കും. ഇപ്പൊ അതൊന്നുമല്ല, അവർ നല്ല മെച്ചൂർഡായി നല്ല ജീവിത മാർഗം കണ്ടെത്തി അങ്ങെടുക്കും. അപ്പൊ അവരുദ്ദേശിച്ച സ്ഥാനത്തേക്ക് എത്താൻ അവർക്ക് കഴിയില്ല. അപ്പോൾ ഒരു ജ്യോതിഷൻ അല്ലെങ്കിൽ വിദ്യയിൽ പ്രതിസന്ധി വയ്യ. വിദ്യയാണല്ലോ എല്ലാത്തിനും ഉണ്ട്. അതിൽ വിദ്യ ഇടയ്ക്ക് വെച്ച് നിന്ന് പോവുക, അതിനൊരു കാരണം ഉണ്ടാവും. ഓണം വരാൻ ഒരു മൂലം, യുദ്ധം നടക്കാനൊരു കാലം എന്ന് പറഞ്ഞാൽ വിദ്യ നിന്ന് പോകാനൊരു കാരണം ഉണ്ടാവും. അപ്പോൾ ആ വിദ്യ നിന്ന് പോകാനുള്ള അതിനൊരു പരിഹാരം ചെയ്ത് അതിനെ പുനഃ കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയെന്ന് നോക്കാം. രണ്ടാമത് അത്ര വരെ ഉള്ളൂ വിദ്യ എങ്കിൽ ആ സ്കൂൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസം, ഹയർ സ്റ്റഡി, അപ്പോൾ ചിലപ്പോൾ അവിടെ വെച്ച് നിന്ന് പോകും. അപ്പം മറ്റേതെങ്കിലും പഠനങ്ങളിലേക്ക് കടക്കും. എന്നിട്ട് പിടിച്ചു നിൽക്കാനുള്ള ഒരു മാർഗം വഴി കണ്ടെത്തുക എന്നുള്ളതാണ്. അവിടെയും നമുക്ക് ബുദ്ധിമുട്ടും പ്രതിസന്ധികളും ഒക്കെ വരികയാണ്. അപ്പോഴാണ് ചിലപ്പം അവരോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളോ ഈ ജ്യോതിഷനെ സമീപിക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ ജനനസമയം, ആ ജനനസമയം പോലെ ഇരിക്കും അവൻ്റെ ജീവിതം. മനസ്സിലായി? ഈ ഒരു കുട്ടി ജനിക്കുന്ന സമയം ഇപ്പോൾ ത്രിസന്ധ്യ നേരത്ത് ഒക്കെയുള്ള ജനനങ്ങൾ ദുരിതം തന്നെ. ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതീയമായിട്ട് പറയുകയാണെങ്കിൽ നരസിംഹത്തിൻ്റെ ജനനമാണ് ആ സമയം. നരസിംഹ അവതാരം എടുത്ത സമയം. അപ്പം അത് നല്ല ഉദ്ദേശത്തിന് അവതാരം എടുത്തെങ്കിലും ചെയ്ത കർമ്മം കൊലയാണ്. മനസ്സിലായ? അപ്പൊ ആ സമയത്ത് ഉള്ള ഏത് കാര്യങ്ങളും ജനനം, ആ സമയത്ത് ഒരു ജനനം വരുമ്പോൾ ഇപ്പോൾ ഭാരതീയ ശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട്, കൗരവൻ
ദുര്യോധന ജനനം. അന്നേരം പിന്നെ ശബ്ദമുഖരിതമായ അന്തരീക്ഷം, അല്ല ശബ്ദകോലാഹലങ്ങളായ അന്തരീക്ഷം, കാലം കോഴി കൂവുന്ന ശബ്ദങ്ങൾ, അങ്ങനെ അന്തരീക്ഷത്തിന് തന്നെ ഒരു നല്ല അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഒരു നെഗറ്റീവായിരുന്നു എന്നാണ് പറയുന്നത്, അധമമായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ജീവിത രീതിയും അങ്ങനെ തന്നെയായിരുന്നു. കാരണം വാശി കൂടും, ദേഷ്യം, കോപം, ആരും പറഞ്ഞ അംഗീകരിക്കാത്ത അവസ്ഥ വരിക. അപ്പം അങ്ങനെയൊക്കെയുള്ള ആ അവസ്ഥയിൽ നിന്ന് ജനനമെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം അങ്ങനെ തന്നെ. നമ്മളെത്ര പിന്നെ അവിടെ അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അതിനെ പരിഹരിച്ചു കൊണ്ടുപോകാൻ ഈശ്വരൻ തന്നെ നിർവാഹമുള്ളൂ. അപ്പോൾ ഈശ്വരനെ സമീപിക്കുക. ഈശ്വരനെ സമീപിക്കുക എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക, നമസ്കാരമുള്ളവർ നമസ്കാരം ചെയ്യുക, കുംഭസാരി അങ്ങനെയുള്ള കുർബാനകൾ, ക്രിസ്ത്യൻസ് ആണെങ്കിൽ അങ്ങനെ, ഹിന്ദുസ് ആണെങ്കിൽ അവിടെ പ്രാർത്ഥനകൾ രാവിലെയും 5 നേരത്തെ പ്രാർത്ഥന ഹിന്ദുസിനും ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. മനസ്സിലായി, 5 നേരം പ്രാർത്ഥിക്കുക എന്നുള്ളത് ഉണ്ടായിരുന്നു. ഇപ്പം അത് ആരും ചെയ്യുന്നില്ല, ആർക്കും നേരെയില്ല, എല്ലാവരും ഓട്ടത്തിൻ്റെ പുറകെ. അപ്പോൾ ആർക്കും ഇതിന് നേരെയില്ല. അപ്പോൾ അത്രയ്ക്കുള്ള ഗുണങ്ങളെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ജാതകത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഒരു ജ്യോതിഷനെ സമീപിക്കുന്നത്. അവൻ്റെ ജീവിത രീതിയിൽ ജോലിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, നല്ല ജോലി കിട്ടില്ല, വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ പറ്റില്ല, നല്ല വിദ്യാഭ്യാസം എടുക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല വിവാഹ ജീവിതം ഉണ്ടാവില്ല, അല്ലെങ്കിൽ വിവാഹ ജീവിതം കടന്നു വരില്ല. വന്നാൽ തന്നെ അത് ആകെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥ വരും. ഇതൊക്കെയാണ് ഇത്. അപ്പോഴാണ് ജ്യോതിഷനെ ഒന്ന് നോക്കാം, ഇന്നലെ തന്നെ എൻ്റെ അടുത്ത് മിനിഞ്ഞാന്ന് ഇതുവരെയും കുട്ടിക്ക് 27 വയസ്സായി, ഇതുവരെയും ആ കുട്ടിക്ക് വേണ്ടി ഒരു ജാതകം നോക്കിയേ, ആ ജാതകത്തിൽ എന്താ പറഞ്ഞ ഒന്നും നോക്കിയിട്ടില്ല. മനസ്സിലായി? അപ്പോൾ ആ ജാതകം ഞാൻ എടുത്ത് ഞാൻ അറിയുന്ന കുട്ടിയാണ്, ഞാൻ നേരിട്ട് നോക്കാതെ ഓൺലൈൻ വഴിയാണ് എടുത്തത്, അതിനെപ്പോൾ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ ഞാൻ എടുത്ത വഴിക്ക് ചോദിച്ചത്, ഈ കുട്ടിക്ക് മുമ്പ് നിങ്ങൾക്ക് വല്ല അബോർഷൻ നടന്നുണ്ടോ, ഇല്ലെങ്കിൽ ആരെങ്കിലും അവിടെ മരിച്ചോ, ഞാൻ ചോദിച്ചത്. അപ്പം ആദ്യം പറയാനവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അവർ പറഞ്ഞു 2 അബോർഷൻ കഴിഞ്ഞു, അവർ തന്നെ കളഞ്ഞതാ. അപ്പൊ ജീവനെ അവിടെ കുരുന്നിനെ കളയുക ചെയ്തേ. അത് ജനിക്കാൻ ആഗ്രഹിച്ച് ജനിച്ചതാണ്. അതും ഭാരതത്തിൽ പറയുന്നുണ്ട്. ഗംഗാപുത്രൻ ഭീഷ്മ പിതാമഹന്റെ കൂടപ്പിറപ്പുകളെ പുഴയിലേക്ക് വലിച്ചെറിയാണ്. ഈ ഒരു കുട്ടിയെ മാത്രമാണ് ശന്തനു മഹാരാജാവ് തടഞ്ഞത്, ഭീഷ്മ പിതാമഹനെ. അദ്ദേഹം മാത്രം ജീവിച്ചു, മറ്റുള്ളവരെ കളഞ്ഞു. മനസ്സിലായ? അപ്പൊ ആ കുരുന്നുകളിൽ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടാണല്ലോ ജന്മം കൊടുക്കുന്നത്, നമ്മൾ ജനിക്കുന്നത്. അപ്പൊ അല്ലെങ്കിൽ ആ പ്രക്രിയക്ക് നിൽക്കരുത്. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെയൊന്നും പറയാനുള്ള അവസ്ഥ ഉണ്ടാവരുത്. അത് മനുഷ്യനെ സ്വയം കൺട്രോൾ ചെയ്യണം. മനുഷ്യൻ സ്വയം കൺട്രോൾ ചെയ്ത് പോകുമ്പോൾ മാത്രമേ അവിടെ നമ്മൾ ക്രൂരതയാണ് ചെയ്യണത്. അപ്പൊ ആ ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടത് തന്നെ വരും. അത് ജാതകത്തിൽ പ്രതിഫലിക്കും ഉറപ്പായിട്ടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരാളുടെ ജാതകത്തിലോ അല്ലെങ്കിൽ അവരുടെ തലക്കുറി ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് അതിന്റെ പരിഹാരം ചെയ്യാൻ പറ്റും. കൊണ്ടുപോയിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയില്ലേ, പള്ളിയിൽ പോയി അച്ഛനെ കണ്ടു, അതൊന്നും നടക്കില്ല. നമ്മൾ വെയിറ്റ് ചെയ്യണം. 100 ഡിഗ്രി വരുമ്പോഴേ വെള്ളം തിളയ്ക്കുള്ളൂ. 100 ഡിഗ്രി വരെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിന് മനുഷ്യർക്ക് എന്തില്ല, സഫറിങ് ഇല്ല, സഹനശക്തിയില്ല. സഹനം വേണം, സഹിക്കണം, ക്ഷമ വേണം. അത് ഇല്ല. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തെ അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ളത് ക്ഷമയാണ്. അതെ, തീർച്ചയായും ക്ഷമിക്കണം എന്നുള്ള ഒന്നുണ്ട്. അതില്ല. കാത്തിരിക്കാൻ പറ്റില്ല ആയിരിക്കും. അപ്പൊ തന്നെ എല്ലാം നടക്കണം. അപ്പൊ ഇവിടെ എൻ്റെ അടുത്ത് വന്നാലും നടക്കില്ലെന്ന് പറയും. നിങ്ങൾ ഇത് ഇത്ര ചെയ്താൽ ആ ദുരിത പരിഹാരം എല്ലാം നമ്മുടെ ഈ ഭാരതീയ ശാസ്ത്രം അനുസരിച്ച് എല്ലാം നമുക്കുണ്ട്. എല്ലാത്തിനും പരിഹാരമുണ്ട്. പരിഹാരം എല്ലാത്തിനും പരിഹാരമുണ്ട്. പിന്നെ പക്ഷെ കാത്തിരിക്കണം, ക്ഷമ വേണം. ആർക്കും അതിന് പറ്റില്ല. അപ്പൊ ആ മിഞ്ഞാന്ന് വന്നാൽ അവർക്ക് പറഞ്ഞു കൊടുത്ത അവർക്ക് ക്ഷമയില്ല. ക്ഷമയുള്ളവർ ചെയ്താൽ മതിയില്ല, അതൊരു ചെയ്യണ്ട. അതെ.
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ കുട്ടി ദുരന്തം അനുഭവിക്കുന്നത് നമ്മളെ കണ്ണിൽ കാണണ്ടേ, മാതാപിതാക്കൾ കാണുകയാണ്. ഒരു മൃത്യു കളഞ്ഞിട്ട് ആ മൃത്യുവിൻ്റെ ജീവൻ അടുത്തതിനെ കളയാൻ പറ്റില്ല, എന്തിനോ ജീവിപ്പിക്കാൻ, വളർത്താൻ, കൊടുക്കാൻ പറഞ്ഞാൽ ഇത് അനുഭവിക്കുക. അങ്ങനെ എത്രയോ ആൾക്കാരുണ്ടെന്ന് അറിയൂ. അത്ര 50 വയസ്സായിട്ട് എന്നെ വിളിച്ചവരുണ്ട്. ഒരു വിവാഹം കഴിച്ചിട്ടില്ല, ജീവിക്കാനും പറ്റണില്ല, ഉള്ള തൊഴിലുകൊണ്ട് മര്യാദയ്ക്ക് കൊണ്ടു നടത്താൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ അനിയന്ന എല്ലാവരും എന്നെ അറിയുന്നവരാ. എന്നിട്ട് അദ്ദേഹത്തിന്റെ നിർബന്ധവശാൽ വിളിച്ചതാ എന്നെ. അപ്പൊ ഞാൻ അതാണ് ആദ്യം ചോദിച്ചത്. ആ ജാതകത്തിൽ അത് കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ചോദിച്ചത്. അപ്പോൾ ഉണ്ട്, മാതാപിതാക്കൾക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ വരുന്ന ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ക്ഷമയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി എല്ലാം പരിഹരിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവേശ്വരനോട് നന്ദി. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.